ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഓ അതെയോ? നീ പറയണ്ട കഥ എന്നാ പറ. ഹലോ പറയൂ. ഹലോ ഹലോ പറ. ആ അതല്ല, ഇവിടെ പറ. ഹലോ പറ. ആ ഗുഡ് മോർണിംഗ് പറയൂ. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ ശ്രുതിക്ക് വിശേഷം ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ ചന്ദ്രമതി. അപ്പോൾ ശ്രുതിനെയും കൂടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് വിട്ടു. ശ്രുതിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ശ്രുതിയുടെ കൂടെ ഡോക്ടറുടെ അടുത്തേക്ക് വിട്ടു. പോയിട്ട് ചന്ദ്രമതി ഭഗവാന്മാരോടൊക്കെ നന്ദി പറയുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ചന്ദ്രമതി മാത്രമല്ല, രവീന്ദ്രനും സച്ചിൻ രേവതിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. സച്ചി നിഷ്കളങ്കനാണ് അവന് സംസാരത്തിൽ. അപ്പോൾ എന്നെ മനസ്സിലാക്കുക. സച്ചി പറയുന്നുണ്ട്, രേവതി നമ്മളൊരു ഇളയച്ചനും ഇളയമ്മ ആവാൻ പോവുക, എന്തൊക്കെ മാറ്റങ്ങളല്ലേ വരാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അതിൻ്റേതായിട്ടുള്ള ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ശ്രുതി അങ്ങനെ ശ്രുതിനെയും കൂട്ടിയിട്ട് ബ്യൂട്ടി പാർലറിലേക്കാണ് പോകണം. അപ്പോൾ ശ്രുതി ചോദിക്കേണ്ടത്, എന്തിനാ ശ്രുതി നീ എന്നെയും കൂട്ടിയിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് വന്നിക്കണം, നമുക്ക് ഡോക്ടറെ കാണാനല്ലേ പോകേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറഞ്ഞു, ഓ നാളെ പറയാം കേട്ടോ ബാക്കി. അപ്പോൾ ശ്രുതി പറഞ്ഞു, നമുക്കിവിടെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്, ആ സമയത്തേക്ക് പോകാമെന്ന് പറയാം. അപ്പോൾ മീര ചോദിക്കും കൺഗ്രാറ്റ്സ് വന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയും കൺഫേം ആയിട്ട് മതിയിടി എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതിക്ക് മുഖം വലിയ തെളിച്ചില്ല. അപ്പോൾ മീര ചോദിക്കും എന്താ ഒരു അച്ഛനാവണേൻ്റെ സന്തോഷമൊന്നും ശ്രുതിയുടെ മുഖത്ത് കാണാനില്ലല്ലോ. അപ്പോൾ ശ്രുതി പറയണം ശ്രുതി ഇങ്ങോട്ട് പറഞ്ഞ ഒരു കാര്യം സംസാരിക്കട്ടെ പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ടായിട്ട് പറയണം, ശ്രുതി നമുക്കിപ്പോൾ ഈ കുഞ്ഞ് വേണം, എനിക്കൊരു ജോലി ഇല്ല, നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ട് മതി എന്നുള്ള പ്ലാനിങ്ങിലല്ലേ ഉണ്ടായിരുന്നത്. പ്ലാനിങ്ങിലല്ലേ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ കുഞ്ഞ് വേണോ? എന്ത് പിന്നെ കളിച്ചോളൂ കേട്ടാ, നമുക്ക് ഈ കുഞ്ഞ് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി ചോദിക്കുക, ആദ്യമായിട്ട് അച്ഛനാവണേൻ്റെ യാതൊരുവിധ സന്തോഷവും ശ്രുതിക്കില്ല, ആദ്യം എന്തായാലും കൺഫേം ആവട്ടെ എന്നിട്ട് ബാക്കി തീരുമാനിക്കാമെന്നൊക്കെ പറയുക. അപ്പോൾ പറയും ശ്രുതി വീട്ടിൽ പൊക്കോ, ഞാൻ മീരേനെയും കുട്ടി പൊക്കോളാം എന്നൊക്കെ പറയാണ്. അപ്പോൾ അതെന്താ, അല്ല ഞാൻ പൊക്കോണ്ട് മീരേനെയും കുട്ടി പൊക്കോളാം പറഞ്ഞിട്ട് സുധീനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട സമയത്ത് മീര ചോദിക്കുന്നു, ഇത് ഒറിജിനൽ ആണോടി ചോദിക്കുമ്പോൾ പറയണു, അല്ലടി ഇത് അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരണ കാര്യം ചോദിച്ചപ്പോൾ ഞാനൊന്ന് അഭിനയിച്ചതാ എന്നൊക്കെ പറയണു. അങ്ങനെ അപ്പോൾ ശ്രുതിയോട് മീര പറയണു, ഒരു കള്ളത്തരത്തിന് 100 കള്ളത്തരങ്ങൾ ചെയ്യേണ്ടി വരും, ഇതൊക്കെ എന്നാണ് അവ പിടിക്കപ്പെടുക എന്നൊക്കെ പറയാണ്. പക്ഷെ ചന്ദ്രമതി ആണെങ്കിൽ ഇവിടെ നിന്ന് ഇരിപ്പുറക്കണില്ല, നടക്കണു, ഓടണു, അത് ചെയ്യണു, ഇത് ചെയ്യണു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് ചന്ദ്രമതി. എന്നിട്ട് പട്ടിൽ പൈസ പൊതിഞ്ഞിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കണു, എൻ്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു തന്നല്ലോ, നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വെച്ചോളൂ. ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് നന്ദി പറയുന്നു. വെച്ചോളൂ. അങ്ങനെ നന്ദി പറയണു. എന്നിട്ട് അങ്ങനെ അത്ര സന്തോഷത്തിലാണ് ചന്ദ്രമതിയും രവീന്ദ്രനും ഒക്കെ. അപ്പോഴേക്കും ബാമ ഒരു സഞ്ചി നിറച്ച് മാങ്ങയും കൊണ്ട് വരുന്നു. അപ്പോൾ ബാമയോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ബാമ പറയണ, എന്നോട് ചന്ദ്ര വിളിച്ച് പറയണം അങ്ങനെ മാങ്ങ ശ്രുതിക്ക് മാങ്ങയ്ക്ക് ആഗ്രഹം ഉണ്ടാവും, അപ്പോൾ ഞാൻ ഒരു പയ്യനെ വിട്ടിട്ട് പൊട്ടിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് കൊടുക്കണു ബാമ ഒരു സഞ്ചി മാങ്ങ. അപ്പോൾ രേവതി ഈ മാങ്ങ എടുത്ത് അകത്തേക്ക് പറയുമ്പോഴേക്കും ചന്ദ്രയുടെ കയ്യിൽ നിന്ന് മാങ്ങ സഞ്ചി വീണ സമയത്ത് രേവതി അത് എടുക്കാൻ വേണ്ടി വരുമ്പോൾ മാങ്ങയിൽ ചവിട്ടിയിട്ട് വീഴാൻ പോണ സമയത്ത് സച്ചി വന്ന് അവളെ കോരിയെടുക്കണ സമയത്ത് രവീന്ദ്രന് നാണായിട്ട് ഈ പിള്ളേരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അത് കാണാതിരിക്കാൻ വേണ്ടി മാറിയിരിക്കുന്നു. ചന്ദ്രമതി അവരെ ചീത്ത പറയണു, എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടണമെന്നൊക്കെ ചോദിച്ചിട്ട്. അതിൻ്റെ ഇടയിലും ചന്ദ്രമതി ഒരു കുത്തുണ്ട്, ശ്രുതി ഗർഭിണിയായാൽ ആരും കുനിട്ടും കുശുമൊന്നും തുള്ളിയിട്ട് കാര്യമില്ല, അതൊക്കെ ഒരു യോഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതീനൊരു കുത്തുണ്ട്. പിന്നെ അത് കൂടാതെ അപ്പോഴും രവീന്ദ്രൻ പറഞ്ഞിട്ട് കൺഫേം ആയിട്ട് മതി ചന്ദ്രയെ, കൺഫേം ആയിട്ട് നമുക്ക് ആഘോഷിച്ചാൽ പോരെ എന്നൊക്കെ. അല്ലെ ഇത് എനിക്ക് ഉറപ്പാണ്, ശ്രുതിയുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് ശ്രുതിയും കൂടി ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വരുന്ന മാസ് എൻട്രി. ആ എൻട്രിയിൽ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്തായി ശ്രുതി എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറഞ്ഞിട്ടില്ല. പറയാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈഡപ്പ് ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കഥ നാളെ കേൾക്കാം കേട്ടോ. എൻ്റെ കഥ കേട്ടിട്ട് ഇഷ്ടമാണ് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. എന്ത് പൊന്നാ? താങ്ക് യു.